ആളൊരു പാവാണെന്ന് തോന്നുന്നു. അവനെ കണ്ടിട്ട് ബോംബെയിലുള്ള എന്റെ മോൻ ശ്രീധരനെ പോലിരിക്കുന്നു. ശരിയാ അപ്പച്ചി, അയാൾക്ക് ശ്രീയേട്ടന്റെ മുഖച്ചായുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. ഒന്ന് ജീവിച്ചു പോകണമെങ്കിൽ എന്തെല്ലാം വേഷം കെട്ടണം. മോള് കിടക്കുന്നില്ലേ? നേരം ഒത്തിരിയായി. സുഗുണേന്ദ്ര, ഇന്ന് ഉച്ചയ്ക്ക് എങ്ങനെ? മട്ടനും ഫിഷും രാവിലെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. എങ്കിൽ ഫിഷ് മോളിയും മട്ടൺ ചോപ്സ് ആയിക്കോട്ടെ. ഏറ്റ് സാർ. അങ്ങനെ അങ്ങോട്ട് തകർക്കണോ? തകർക്ക്. ഫിഷ് മോളിയും മട്ടൺ ചോപ്സും, വേറെ ഒന്നും വേണ്ട. എന്റെ മീനാക്ഷി അമ്മേ രക്ഷിക്കണേ. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സഹായിച്ചു കൊടു മോളെ. ആ നിൽപ്പ് കണ്ടില്ലയോ? അയ്യോ അപ്പച്ചി, എനിക്ക് ഓഫീസിൽ പോണ്ടേ. സാരമില്ല മോളെ, പോകുന്ന വഴിക്ക് ഒന്ന് കയറി ശരിപ്പെടുത്തി കൊടുത്തിട്ട് മോള് പൊയ്ക്കോ. ഫിഷ് മോളിയും മട്ടൺ ചോപ്സും ഇതിന്റെയൊക്കെ പേര് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കുഞ്ഞേ. എങ്കിൽ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന എന്തിനാ? ഞാൻ നിരപരാധിയാണ് കുഞ്ഞേ. ഇന്നലത്തെ ഊണിന്റെ സ്വാദാണ് ഈ ചതി ചെയ്തത്. കുഞ്ഞ് രക്ഷിച്ചില്ലേ ഞാൻ ചോപ്സ് ആയിപ്പോ. അമ്മച്ചി ചെല്ലു മോളെ. ശരി വാ. ഗീത വരാൻ പറയും. അവരിതുവരെ വന്നില്ല സാർ. മണി 11 ആയല്ലോ. ഇനി വന്നില്ലേ? ഇല്ല സാർ. ഗീതേ, 1.5 മണിക്കൂർ ലേറ്റാണല്ലോ. ലേറ്റ് മാർക്ക് ചെയ്യണം. ഏതായാലും സാറിനോട് ചോദിച്ചിട്ട് ഒപ്പിട്ടാ മതി. ഗീത വന്നില്ലേ? വന്നു സാർ. വരാൻ പറയൂ. സാറ് വിളിക്കുന്നു. ക്ഷണിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ? എന്താ താമസേ? ചോദിച്ചിട്ടില്ലേ എന്താ താമസെന്ന്? വീട്ടിൽ നിന്ന് പോരാൻ കുറച്ച് വൈകി. വൈകിയെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കണം. ഇത് സർക്കാർ ഓഫീസാണ്. അണിഞ്ഞൊരുങ്ങി എപ്പോഴെങ്കിലും ഇങ്ങോട്ടാ പോരാ. കൃത്യസമയത്ത് ഉദ്യോഗം ഭരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇന്നിന് നിങ്ങൾ ജോലി ചെയ്യണ്ട. ലീവ് എഴുതി കൊടുത്തിട്ട് പോകും. ലേറ്റ് മാർക്ക് ചെയ്താൽ മതിയെന്ന് സൂപ്രണ്ട് പറഞ്ഞത്. അത് സൂപ്രണ്ടല്ല നിശ്ചയിക്കേണ്ടത്. പോണം. പോയി ലീവ് എഴുതി കൊടുത്തിട്ട് പോയിക്കോളൂ. കരച്ചിലൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. ഇവിടെ വന്ന് കാണാൻ ആരുമില്ല. പോണം. ഒരയൽവാസിയോടുള്ള സ്നേഹമെങ്കിലും കാണിക്കാതെ ഇറക്കി വിട്ടുകളഞ്ഞല്ലേ മോളെ. ലേറ്റ് മാർക്ക് ചെയ്തിട്ട് ജോലി ചെയ്യാൻ സൂപ്രണ്ട് സാർ പറഞ്ഞതാണ്. എന്നിട്ട് മോൾ എന്താ ജോലി ചെയ്യാഞ്ഞത്? അദ്ദേഹം സമ്മതിക്കണ്ടേ അപ്പച്ചി? ഇവിടെ ഇരുന്ന് ഞാൻ അണിഞ്ഞിരുന്നായിരുന്നു അത്ര. എന്ത് പറഞ്ഞാലും എനിക്ക് സത്യം പറയാൻ ഒക്കുവോ? സത്യം പറഞ്ഞാൽ സുഗുണേന്ദ്രനല്ലേ കുഴപ്പം? പോട്ടെ മോളെ, ഒരുത്തിനൊരു ജോലിക്ക് വേണ്ടിയല്ലേ. സഹിച്ചുകള മോളെ. ഈശ്വരൻ അനുഗ്രഹിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഒരേ അഭിപ്രായമാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ്? ഒന്നും പറയണ്ട. ഈ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരേ കക്ഷിയാ. പക്ഷേ ഞാൻ വേണുവിനെ ഇവിടെ വിളിച്ചു നിർത്തിയത് രാധയെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു. അത് നടക്കില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ? എനിക്കത് ഇഷ്ടമല്ല. രാധയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അതെനിക്ക് നല്ലപോലെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവരെന്താ കേട്ടാ മോളെ കല്യാണം കഴിച്ച് അങ്ങോട്ട് അയക്കാമെന്ന് കരുതുന്നത്? മറ്റൊന്നുമില്ലെങ്കിലും എന്റെ ഒരു സഹോദരി അവിടെ ഉണ്ട്. ഓ, സഹോദരി. നീ എന്താ ഉണ്ണി ഒന്നും മിണ്ടാത്തത്? ഇനി ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ അമ്മേ? രാധികയെ ബാലകൃഷ്ണൻ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് നല്ലതാണെന്ന് തോന്നിയത് എനിക്കല്ലേ? അത് പറഞ്ഞത് ഞാനല്ലേ? അങ്ങനെയാണെങ്കിൽ രാധികയ്ക്കും ബാലകൃഷ്ണനും സമ്മതമാണോ എന്ന് മാത്രം അന്വേഷിക്കാൻ മതി. ബാലകൃഷ്ണന്റെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ തീരുമാനിച്ചാൽ അവൻ അനുസരിച്ചിരിക്കും. രാധികയുടെ കാര്യം ഞാൻ വെക്കുന്നു. എന്നാ പിന്നെ നോക്കാനൊന്നുമില്ല. തീയതി നിശ്ചയിച്ച് കല്യാണം നടത്തണം.
എന്നാ ആ കാര്യം ഞാൻ നോക്കുന്നു. ഏതായാലും നമ്മുടെ വിവാഹം നടക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. ആ ജഡ്ജിക്കളെ ഇങ്ങോട്ട് വന്നാണ് ആകെ കുഴപ്പമായത്. അവരെ തട്ടിക്കളഞ്ഞാലോ? അയ്യോ, അത് വേണ്ട. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, സ്ഥലം വിട്ടുകളെ. എന്നിട്ട് ഒരു കൊച്ചു വീട് വാടകയ്ക്കെടുക്കാം. എന്നിട്ട് അവിടെ താമസിക്കാം. അത്രേ ഉള്ളോ? അതിവിടെ ആയിക്കൂടെ? ഇവിടെ ഇപ്പോ അമ്മാവനും കാര്യം മാറിയിരിക്കല്ലേ. അത് അമ്മയെ പേടിച്ചാ. അച്ഛൻ നമ്മുടെ പാർട്ടിയാ. അമ്മാവൻ കാല് മാറിയാലും എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ മറ്റൊരുത്തും നിന്റെ കരുത്തിൽ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മൾ എന്തോ ചെയ്യും? അവനെ ഇടിച്ചോടിച്ചിട്ട് നിന്നത് ഇങ്ങനെ പൊക്കി എടുക്കൊണ്ട് പോകും. എന്താ സാർ നോക്കുന്നത്? മേശയുടെ താക്കോല് കാണുന്നില്ല. കാപ്പ് കുടിച്ചപ്പം വീട്ടിലെ ഡൈനിങ് ടേബിൾ വെച്ചെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. സബോള വട്ടത്തിലരിയോ? വട്ടത്തിലരിഞ്ഞാലും നീളത്തിലരിഞ്ഞാലും എന്താ ഗീത കുഞ്ഞെ വ്യത്യാസം? സവാള സവാള തന്നെയല്ലേ? ഓരോ കറിക്കും ഓരോ രീതിയിലാണ് അരിയേണ്ടത്. അതാണ് അതിന്റെ ചിട്ട. ആഹാ, വട്ടത്തിലേക്ക് വട്ടത്തിൽ. ഗീത കുഞ്ഞ്, കുഞ്ഞിന്റെ ചാപ്സ് ഉണ്ടല്ലോ, ചാറ് പോലും കളയാതെ മുഴുവൻ സാറ് കഴിച്ചു. ഒരു എല്ല് പോലും എനിക്ക് കിട്ടിയില്ല. നിങ്ങൾ കാരണം എന്റെ ജോലി പോകുന്ന തോന്നുന്നത്. അയ്യോ, അതെന്താ കുഞ്ഞെ? തനിക്ക് ചാപ്സും മൂളിയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ ഓഫീസ് ചെന്നപ്പോ താമസിച്ചു പോയി. അന്ന് എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ച് പറഞ്ഞു വിട്ടു. ഇന്നെന്താവും എന്തോ. കുഞ്ഞിനൊരു ദോഷവും വരില്ല. പാവപ്പെട്ട എന്റെ അമ്മയും സഹോദരിമാരും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കും. ആ, വേഗാട്ടെ. വട്ടത്തിലരിഞ്ഞു. എന്താ വന്നു സാറേ? സവാള സവാള. നിൽക്കൂ. ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ? ഗീത ഉണ്ടാക്കി തന്ന സ്വാദുള്ള ഭക്ഷണവും കഴിച്ചുകൊണ്ട് ഞാൻ ഗീതയെ അധിക്ഷേപിച്ചു, ശകാരിച്ചു. ദുഃഖമുണ്ട്. ക്ഷമിക്കും. പിന്നെ വിശദീകരണം ഒന്നും വേണ്ട, എല്ലാം മനസ്സിലായി. അല്പം താമസിച്ചാണെങ്കിലും. ഇത് നീ ഭയങ്കരമായി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. പൊയ്ക്കോളൂ. ഞാൻ പോകുന്നു സാർ. ഇത് അടുക്കളയുടെ താക്കോൽ. ഈ ഫിഷ് മോളിയും മട്ടൺ ചോപ്സും ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നാ പറഞ്ഞേ? ശവത്തി കുത്തരുത് സാർ. മടങ്ങി മുന്നേ മടലൊടിച്ചടിക്കുന്നത് ദൈവദോഷമാണ് സാർ. താനെ വിട്ടിയാക്കി അല്ലേ? തന്നെ അങ്ങനെ വെറുതെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. അയ്യോ, എന്നെ പോലീസിൽ എത്തിക്കല്ലേ സാർ. ഒരു കുടുംബം വഴിയാകാരമായി പോകും സാർ. കേടാത്ത സാർ, അയ്യോ പറഞ്ഞു കൊടുത്തിരിക്കും മോളെ. അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് കയറി വരേണ്ട കാര്യമുണ്ടോ? എങ്ങനെയായാലും എല്ലാ വിവരങ്ങളും സാർ അറിഞ്ഞു. സോണിന്റെ പണി പോയത് തന്നെ. നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് അത് പ്രയോജനപ്പെടാതെ പോയല്ലോ മോളെ. അമ്മജി, അമ്മജി, ഗുരുവായൂരപ്പൻ രക്ഷിച്ചു. ഗീതകുഞ്ഞെ രക്ഷപ്പെട്ടു. പിടിച്ച് പോലീസിൽ എത്തിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ടിപ്പോ എന്തുണ്ടായി? എന്തുണ്ടാകാൻ? വെക്കേഷൻ പാർട്ടി തിരിച്ചു വരുന്നവരെ സർവീസ് തുറന്നോളാം ഉത്തരവായി. കുഞ്ഞിന്റെ കറിയുടെ രക്ഷപ്പെട്ടെന്ന് പറമോനെ. എല്ലാ അമ്മച്ചിയുടെയും ഗീതക്കുഞ്ഞിന്റെയും സന്മനസ്സുകൊണ്ടാണ്. ഒരു സഹായം കൂടി ചെയ്തു തരണം. അത് ബുദ്ധിമുട്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലാനാണ് സാർ എന്നെ വിട്ടിരിക്കുന്നത്. ഇനി എന്ത് സഹായമാ?
പാചകം അറിഞ്ഞുകൂടാത്ത ഞാൻ വെറും ഒരു തീറ്റിപ്പണ്ടമായിട്ട് ഇനി അവിടെ കഴിയുന്നത് ശരിയാണോ? അതുകൊണ്ട് ഇന്നു മുതൽ ചോറ് മാത്രം ഞാൻ അവിടെ വെക്കുന്നു, കറി ഇവിടെയും. ബുദ്ധിമുട്ടാകുമോ? ബുദ്ധിമുട്ടാകും. എന്ത് ബുദ്ധിമുട്ട്? നമ്മൾ ഏതായാലും ഇവിടെ കറി വെക്കുന്നില്ലേ? അക്കൂട്ടത്തിൽ ഒരല്പം കറി അങ്ങോട്ടും തരുന്നു. കൊണ്ടുവരണ്ട, ഞാൻ ഇങ്ങോട്ടൊന്ന് വാങ്ങിച്ചോണ്ട് വെച്ചോളാം. ബുദ്ധിമുട്ട് തീർന്നില്ലേ? വേണ്ട വേണ്ട, അതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളാ. അതൊന്നും സാരമില്ല മോളെ. ഒന്നുമില്ലേലും നിന്റെ മേലുദ്യോഗസ്ഥനല്ലേ, പറഞ്ഞു വെച്ചിട്ട് പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ? എന്നാലും അത് വേണോ അപ്പച്ചി? അത് തെറ്റൊന്നുമില്ല മോളെ. നമുക്ക് അവരുമായി ബന്ധമൊന്നുമില്ലേലും അയൽക്കാരാ. കറി ഇവിടെ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞേക്കും മോനെ. ഗുരുവായൂരപ്പാ, ആ കടമ്പയും കടന്നു കിട്ടി. മോളെ വേഗം അടുക്കളയിലോട്ട് ചെല്ലേ. ശരി അപ്പച്ചി. സാറിന് ഇഷ്ടമുള്ള കറികളൊക്കെ കുഞ്ഞിന് പ്രത്യേകം വെച്ചിട്ടുണ്ട്. വേഗം വിളമ്പട, വിശക്കുന്നു. കാര്യം ചോദിച്ചോട്ടെ? അറിയാതെ ആഹാരം ഉണ്ടാക്കി തന്നു ഇതുവരെ. ഇനി അങ്ങോട്ട് എല്ലാവരും അറിഞ്ഞുകൊണ്ടായിക്കൂടെ ജീവിതാവസാനം വരെ? ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. വിരോധമില്ലെങ്കിൽ